ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് പാൽ മധുരക്കിഴങ്ങ്. സാധാരണ നമ്മൾ പാൽക്കപ്പയെല്ലാം കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. ഇതും അതുപോലെ ഒരു പ്രത്യേക വിഭവമാണ്. മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിലെങ്ങനെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു 300 ഗ്രാം മധുരക്കിഴങ്ങാണ്. ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നമ്മളത് തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഈ മധുരക്കിഴങ്ങൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയാണ്. ഞാനിതൊരു ഏകദേശം ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടുന്നത് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. അതും ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എരിവനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് താളിച്ചൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉലുവയാണ്. കുരുമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് പൊടിക്കാത്ത കുരുമുളക്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പാൽക്കപ്പ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ലൊരു ഉടഞ്ഞ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ മധുരക്കിഴങ്ങ് വേവിച്ച് കിട്ടും. നമ്മുടെ താളിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ മധുരക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു വിഭവമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാൽക്കപ്പയെക്കാട്ടിലും രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.